അത് ഭരണം മോശമായത് കൊണ്ടാണോ അതോ 10 വർഷം ഭരിച്ചു എന്നതുകൊണ്ടാണോ? രണ്ടും ഉണ്ട്. മടുത്തു ഭരണം. ആ പെൻഷൻ കിട്ടുന്നു, പിന്നെ അരിയില്ലാത്തവർക്ക് അരി കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നു. വീട്ടിൽ ഒരു വരുമാനവും ഇല്ലാത്തവർക്ക് 1000 ഉറുപ്പ്യ കൊടുക്കുന്നു. അപ്പം നല്ല ഭരണല്ലേ. ആ പിന്നെന്ത് വേണോ അത് മതി. ആരായിരുന്നു കൊയിലാണ്ടി ബ്രോ? ഇവിടെ LDF ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് അന്തരിച്ച കാനത്തിൽ ജമീല MLA മണ്ഡലത്തിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത്. കൊയിലാണ്ടി 2006 മുതൽ ഇടതുപക്ഷത്തെ മാത്രം ജയിപ്പിക്കുന്ന മണ്ഡലമാണ് കൊയിലാണ്ടി. എന്നാൽ മറ്റൊരു ചരിത്രം കൂടി കൊയിലാണ്ടിക്ക് പറയാനുണ്ട്. 1970 മുതൽ 91 വരെ കൊയിലാണ്ടിയിൽ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു. മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ നിലവിൽ കോൺഗ്രസിന് ഒരു MLA പോലുമില്ല. ഈ ജില്ലയിൽ കോൺഗ്രസിൽ അവസാനമായി ഒരു കോൺഗ്രസ് MLAയെ സമ്മാനിച്ച അല്ലെങ്കിൽ സംഭാവന ചെയ്ത മണ്ഡലം കൂടിയാണ് കൊയിലാണ്ടി 2001 P. ശങ്കരനിലൂടെ. ഏതായാലും UDF വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കൊയിലാണ്ടിയിൽ വെച്ച് പുലർത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും മേൽക്കൈ ഇവിടെ ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിൻ്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും പേരാണ് പ്രധാനമായും ഇവിടെ UDF സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത്. LDFിലാണെങ്കിൽ K. ദാസന്റെ പേരാണ് കേൾക്കുന്നത്. അദ്ദേഹം മുൻ MLA ആയിരുന്നു 2 തവണ കൊയിലാണ്ടിയിൽ. മത്സരം ഇക്കുറി കടുക്കുമെന്ന് UDF അവകാശപ്പെടുമ്പോൾ മണ്ഡലം ഈസിയായി നിലനിർത്തുമെന്ന അവകാശവാദമാണ് LDFിനുള്ളത്. ഏതായാലും വോട്ടർമാരോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ കൊയിലാണ്ടിയിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന്. ഭരണം മാറണം. അതെ. ഇപ്പോഴത്തെ സർക്കാർ എന്താ പറയുക, ആനുകൂല്യങ്ങൾ തന്നിട്ടിങ്ങനെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. UDF വരണം എന്നാണ് ആഗ്രഹം. UDF വരണം എന്നാണ് ആഗ്രഹം. ഭരണം മോശമാണെന്നൊരു അഭിപ്രായം ഉണ്ടോ? അതെ, മോശമാണ്. കൊയിലാണ്ടി അതുപോലെ LDFിനെ തുടരുമോ അതോ UDF തിരിച്ചു പിടിക്കുമോ? UDF തിരിച്ചു പിടിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ തിരിച്ചു പിടിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടോ ഇവിടെ? സാധ്യത ഉണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. കൊയിലാണ്ടി മാറൊന്നുമില്ല, LDF തന്നെ വരും. യാതൊരു വ്യത്യാസവും ഇല്ല. LDF അതിനെപ്പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസവും ജനങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ 100-ന് ഒരു 10% ആൾക്കാർ പറയും മാറുമെന്ന് പറയും. ഇപ്പം കിട്ടുന്ന പെൻഷൻ തന്നെ മതിയല്ലോ, 2000 ഉറുപ്പ്യ. അത് എല്ലാവരും ബുദ്ധിമുട്ടില്ലേ, അത് നിർത്താനാണ് അപ്പം UDF വരണമെന്ന് പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം വല്ലതും ഉണ്ടോ? ഒരു വികാരവും ഇല്ല, ഒരു ഇതും ഇല്ല. ശബരിമലൻ്റെ പൊന്ന് സാറിനും കട്ടത് UDF തന്നെ. അത് തന്നെ പോലെ തന്നെ പുള്ളിയുള്ളത്. 20 ആളിൽ 17 ആൾ പോലെ തന്നെ 3 എണ്ണം ഉള്ളു എടുത്ത വർഷത്തില്. പിന്നെ എങ്ങനെ ഇതുണ്ടായന, വേറെ എന്ത് വികാരം ഉണ്ടായന? സ്ഥാനാർത്ഥിയായി ആര് വരാനാ സാധ്യത? സ്ഥാനാർത്ഥി K. ദാസനാണ്, യാതൊരു വ്യത്യാസമില്ല. സംസ്ഥാനത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവും തന്നെ. 75-80 സീറ്റെങ്കിലും കിട്ടും, ഇല്ലാതെ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറണോ തുടരണോ, എന്താണ് അഭിപ്രായം? മാറിയാ മതി. മാറണം. എന്തുകൊണ്ടാ? മതിയായി. രണ്ട് ടേമിൽ വന്നില്ലേ, ഇനി അടുത്ത ആള് വരട്ടെ. അത് ഭരണം മോശമായത് കൊണ്ടാണോ അതോ 10 വർഷം ഭരിച്ചു എന്നതുകൊണ്ടാണോ? രണ്ടും ഉണ്ട്. മടുത്തു ഭരണം. എന്താ മോശം? എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ആരോഗ്യരംഗത്താണ്. ഇപ്പം അച്ഛനായാലും ആൻറ്റിക്കായാലും വലിയ ഒരു എന്താ പറയണ്ടേ, നമുക്ക് സാധാരണ ഒരാളിന് കിട്ടേണ്ട ഒരു ഇതൊന്നും നമുക്ക് അവിടെ ആരോഗ്യരംഗത്തൊന്നും കിട്ടുന്നില്ല. അതാണ് പ്രധാനമായിട്ട് ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം. ആരോഗ്യരംഗത്ത് ഒരുപാട് ഫെസിലിറ്റി വന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇനി അഥവാ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും ഉപയോഗിക്കാൻ അറിയില്ല, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. അതാണ് സംഭവം. ഇപ്പോൾ പറയുകയാണെങ്കിൽ അച്ഛനിപ്പം കണ്ണിന് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇടത്തെ കണ്ണിനാണ് ചെയ്തത്. തിമിരത്തിൻ്റെ ഓപ്പറേഷനാണ്. ആ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ കണ്ണ് കാണുന്നില്ല. അത് ഡയബറ്റിക് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഇവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. ഇപ്പോൾ ആ കണ്ണിന് കാണുന്നില്ല. അതാണ്. എപ്പോഴാണ് ചെയ്തത്? അതിപ്പോൾ ഒരു 2 വർഷമായി ചെയ്തിട്ട്. കാഴ്ച ആ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടോ? തിമിരത്തിൻ്റെ കാഴ്ചക്കുറവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അത് തിമിരം ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് വേണം, അത് ക്ലിയർ ആവണം. പക്ഷെ ക്ലിയർ ആയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുമില്ല. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി പോയോ? ഈ കാണുന്നില്ല, ഇടത്തെ കണ്ണ് കാണുന്നില്ല. ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് കാണുന്നില്ല. സർക്കാർ ഇത് നല്ല ഭരണല്ലേ. എന്തുകൊണ്ടാ നല്ല ഭരണം തോന്നിയത്? എന്തുകൊണ്ടാ നല്ല ഭരണമെന്ന് വെച്ചാൽ ആ പെൻഷൻ കിട്ടുന്നു, പിന്നെ അരിയില്ലാത്തവർക്ക് അരി കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നു. വീട്ടിൽ ഒരു വരുമാനവും ഇല്ലാത്തവർക്ക് 1000 ഉറുപ്പ്യ കൊടുക്കുന്നു. അപ്പം നല്ല ഭരണല്ലേ. ആ പിന്നെ എന്ത് വേണോ അത് മതി.
UDF വന്നാല് വേറെ ഏതുമില്ല, ഇതൊന്നുമില്ല, ഇതൊന്നും കൊടുക്കല്ലോ. ഉറപ്പാ കൊടുക്കല. മാർക്സിസ്റ്റുകാരി ആയതുകൊണ്ട് പറയാണോ? അല്ല, ഞാനതായിട്ട് പറയുന്നല്ല. ഇതിപ്പോ ഒരാളും പട്ടിണി എടുക്കുന്ന ആൾക്കാരില്ല ഇപ്പോ. പിന്നെന്താ അതാണ് ഒരു വരുമാനം ഇല്ലാത്തവർക്ക് 1000 ഉറുപ്പ്യ കൊടുക്കുന്നു. പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ ആകാത്തവർക്കും 1000 ഉറുപ്പ്യ കൊടുക്കുന്നു ചെറുപ്പക്കാർക്ക്. പിന്നെ എന്ത് കിട്ടണോ? ഭരണം ഇത് തന്നെയാ നല്ലത്. പിന്നെ കൊയിലാണ്ടി ഇപ്പോൾ LDF ആണല്ലോ, നമ്മുടെ MLA ഇപ്പോൾ മരിച്ചുപോയി. ഇനിയിപ്പോൾ കൊയിലാണ്ടി LDF വരണോ അതോ UDF വരണോ? LDF ഭരണ മതി മാറണ്ട. കൊയിലാണ്ടി ഇപ്രാവശ്യം എന്തായിരിക്കും സ്ഥിതി? LDF തന്നെ വരുമോ അതോ UDF തിരിച്ചു പിടിക്കുമോ? UDFന്റെ കാലാന്ന് കാണുന്നത്. അതെ, ഇപ്പോഴത്തെ അവസ്ഥ അതല്ലേ, കേരളത്തിന്റെ സ്ഥിതി മൊത്തം നമ്മൾ കാണുന്നതല്ലേ. പാർട്ടിക്കാർ പറയുന്ന നല്ല കാര്യം നടക്കുന്നുള്ളൂ. ലോക്കൽ സെക്രട്ടറി പറയുന്ന കാര്യമല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ഭൂമിയൊക്കെ പിടിച്ച് റോഡാക്കുക, നേതാക്കന്മാർക്ക് എന്തും ചെയ്യുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ന് കേരളം എത്തിക്കഴിഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? പക്ഷേ കൊയിലാണ്ടി ഇപ്പം പെൻഷൻ കൊടുക്കുന്ന വലിയ കാര്യം പറയൂ. 1500 കോടി എല്ലാ മാസവും കടം എടുത്തിട്ടാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജനിക്കുന്ന കുട്ടികളെ അടക്കം കടത്തിലാക്കിയിരിക്കുക. ഇപ്പോൾ 2000 കിട്ടുമ്പോൾ 400 കൂടി കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന്, ഇന്ന് എത്ര കോടി ഇന്ന് കടമുണ്ട് എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ് അതിൽ കൂടുതൽ എന്ത് പറയാനാ? അങ്ങനെയൊക്കെയാണെങ്കിലും കൊയിലാണ്ടി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? UDF തന്നെ വരും, അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. കൊയിലാണ്ടി എന്താണ് സാഹചര്യം? LDF തുടരുമോ അതോ UDF തിരിച്ചു പിടിക്കുമോ? LDF തുടരും. കേരളത്തിൽ ഇത്രയും വികസനം ഉണ്ടാക്കിയൊരു സർക്കാർ ഇനി വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ മാത്രം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവും എല്ലാ വികസനങ്ങളും എതിർക്കുന്ന ഒരു പ്രതിപക്ഷമുള്ള കാലത്തോളം LDF തുടരുന്നതാണ് നമ്മളെ അഭിപ്രായം. ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതാണ് ഷാഫി പറമ്പിൽ ഇവിടെ ഒന്ന് അവകാശപ്പെട്ടത്. ഓരോ ഈ ഷോ വർക്കല്ലാണ്ട് വികസനത്തിന് വേണ്ടി നാട്ടിൽ എന്ത് ചെയ്തു എന്നുള്ള അറിയേണ്ടത്. നമ്മളൊരു ഷോ വർക്ക് നടത്തുക, അല്ലെങ്കിൽ ഒരു വേദി കയറി നടിയുണ്ടാക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ഇടയിൽ നിന്നിട്ട് കെട്ടിപ്പിടിക്കുക, ഇതല്ല. ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വരിക എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അത് ഇവിടെ ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇപ്പോഴത്. കാരണം അതിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് തുടർച്ച ഉണ്ടാണെങ്കിൽ ഇടതുപക്ഷം തന്നെ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കുറി UDFനാണ് ചാൻസ് കൊയിലാണ്ടി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ UDFന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ സാധനം അത്. UDFനല്ലാണ്ട് പിന്നെ ആർക്കും ഇവിടെ ഇപ്പോൾ ചാൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ? വേറൊരു സാധ്യത ഇല്ലല്ലോ. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയൊക്കെ തന്നെ ചെറിയ ഇതിലാണ് അവർ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല ഇവിടെ അധികാരത്തിലെത്തുക. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് ഉറപ്പാണ് UDFന്. LDFന്റെ K ദാസൻ മുൻ MLA വീണ്ടും വരികയാണെങ്കിൽ UDFന് തിരിച്ചടിയാവോ? അത് അവർക്കല്ലേ പറയാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് MLA ദാസനല്ല, ആര് വന്നാലും ഇപ്രാവശ്യം ഞങ്ങൾക്കില്ല. സംസ്ഥാനത്ത് ഞങ്ങൾക്ക് പിന്നെ കയറി നിൽക്കല്ലോ. ഇപ്പോൾ സംസ്ഥാനം ഞങ്ങൾ തന്നെ ഭരിക്കും. നിങ്ങൾ എന്ത് കഴിച്ചാലും കൊയിലാണ്ടി LDF തന്നെ ആയിരിക്കും. മാറാനൊരു സാധ്യത ഉണ്ടോ? സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ മാതിരി നല്ല ഭംഗിയായ ഒരു ഭരണം നടത്തിക്കൊണ്ടുപോകാൻ മറ്റുള്ളൊരു പാർട്ടിക്കാവും തോന്നുന്നില്ല. ഏത് ഈ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവർ തന്നെ തരണം ചെയ്യാൻ ഫസ്റ്റ്. അത് വ്യക്തിപരമായ ഒരു കാര്യം പറയാന്നേ ഉള്ളൂ. നമ്മൾ ഭരണം നല്ലതാണെങ്കിലും നല്ലതാണെന്ന് തന്നെ പറയണം. കൊയിലാണ്ടി ആർക്കാ ചാൻസ്? UDFനും ഉണ്ടാവും. UDF തന്നെ ഉണ്ടാവും. ഭരണം മാറ്റം അനിവാര്യമല്ലേ. ഒരു ഭരിക്കുക ചെയ്യുന്ന ഒരു കക്കല്ലേ ചെയ്യുന്നു. ഒരു കക്കാനല്ലേ വന്നത്. കൊയിലാണ്ടിയും മാറുന്നതാണ്. മാറും. പക്ഷെ നേരത്തെ UDFന്റെ മണ്ഡലമായിരുന്നല്ലേ കൊയിലാണ്ടി? അതെ, അവർ UDFിലെ അടി കൊണ്ടാണല്ലോ അവരൊന്ന് പോയത്. അപ്പോൾ UDF തന്നെ വീണ്ടും തിരിച്ചു വരും. സംസ്ഥാനത്തും ഭരണമാറ്റം ഉണ്ടാവുന്ന വിചാരിക്കുന്നത്? ഉറപ്പായിട്ടും ഉണ്ടാവും. കൊയിലാണ്ടി ഇപ്രാവശ്യം ആർക്കാ ചാൻസ്? LDF തുടരും. LDF അവിടെ MLA അന്തരിച്ചു. അപ്പം ഇനി പുതിയ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരണം എന്നാണ്? ആരായാലും നന്നായാൽ മതി, ആര് വന്നാലും നമുക്കെന്താ. UDFന് ഇവിടെ ചാൻസ് ഒന്നുമില്ല. ഇല്ലല്ല, ഷാഫി പറമ്പിൽ പറയുന്നത് അട്ടിമറിക്കും എന്നൊക്കെയാണ്. ആരായാലും കൊയിലാണ്ടി ബ്രോ, ഇവിടെ LDF ഉള്ളൂ. സംസ്ഥാനത്ത് ഭരണം മാറണോ തുടരണോ? നല്ല ഭരണമാണോ? അതെ. കൊയിലാണ്ടി എന്താണ് ഇപ്പൊ അവസ്ഥ? LDFന്റെ തുടരോ അതോ UDF തിരിച്ചു പിടിക്കുമോ? റൈറ്റ് മത്സരം ഉണ്ടാവും. അടുത്ത സിറ്റുവേഷനൊക്കെ അങ്ങനത്തെ ഇതിലാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിക്കുന്നതാണ്. അതിലുണ്ടല്ലോ അത്.
ഉണ്ട്. സംസ്ഥാനത്തോ? പൊതുവേ LDF വിരുദ്ധമായിട്ടുള്ളൊരു ഇതാണ് സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനത് മാറി മറിയാന്നുള്ളത് പറയാൻ പറ്റും. കൊയിലാണ്ടി UDF താല്പര്യം. സംസ്ഥാനത്തോ? സംസ്ഥാന UDF വരുന്നതാണ് അഭിപ്രായം. ഭരണം മാറും. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഭരണവിരുദ്ധ അതിൻ്റെ നമുക്ക് പറഞ്ഞൂടെ, കച്ചവടക്കാരനല്ലേ, പക്ഷെ മാറും. കൊയിലാണ്ടിയിൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാറ്റം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുറേ കാലമല്ല അവർ ഭരിക്കുന്നത്, ഒരു മാറ്റം വരട്ടെ. ഇവിടെ LDF-നല്ലേ ജയിച്ചു വരുന്നത്? അത് നോക്കിയിട്ട് കാര്യമില്ല, ജനങ്ങൾ മാറുമെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ പഴയ UDF-ന്റെ മണ്ഡലമാണല്ലേ? പഴയ യു ഡി എഫിൻ്റെ മണ്ഡലമാണ്. ഇപ്പം പിന്നെ എല്ലാം കൂടി പിന്നെ ഒരു മാറ്റം വരണമെന്നാണ് ഒരു ആഗ്രഹിക്കുന്നത്. ജയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടോ അവിടെ? ആദ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. സംസ്ഥാനത്ത് മാറുമോ തുടരുമോ? ഈ ഭരണം തന്നെ ഇപ്പോൾ ഒരിക്കൽ തോന്നിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഓത്തൊരിക്കലെ തോന്നിയ മാതിരിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭരണം മോശം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഇപ്പോൾ നമുക്കിപ്പം ഭരണം ഇപ്പോൾ കോൺഗ്രസ് ഭരണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താ ഭരണത്തിന്റെ പ്രശ്നം? ഭരണത്തിൻ്റെ പ്രശ്നം ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ആകെ സാമ്പത്തിക പ്രതിസന്ധി ജില്ലകളിൽ മൊത്തത്തിൽ കച്ചവടമൊക്കെ വളരെ ദയനീയാവസ്ഥയില്ല. അപ്പം മാറി വരണമെന്ന് ആഗ്രഹിക്കുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ കൊയിലാണ്ടി പ്രാവശ്യം വല്ല മാറ്റത്തിനും ചാൻസ് ഉണ്ടോ? മാറ്റത്തിനും ചാൻസ് ഇല്ല. കൊയിലാണ്ടി LDF ആയിരിക്കും വരിക. UDF സീറ്റ് തിരിച്ചു പിടിക്കുന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ ഷാഫി പറമ്പിലൊക്കെ. കഷ്ടപ്പെടും, വേർക്കും. എന്നാലും വേർത്താ കിട്ടുമോ? കഷ്ടിച്ച് LDF വരും. MLA അന്തരിച്ച സാഹചര്യത്തിൽ ആരായിരിക്കണം പുതിയ LDF സ്ഥാനാർത്ഥി എന്നാണ്? ദാസേട്ടനാകാനാണ് സാധ്യത. ഇവിടെ MLA ഇപ്പോഴാകാനാണ് സാധ്യത. ഈ സംസ്ഥാനത്ത് എന്താ സാഹചര്യം? ഭരണം മാറോ തുടരുമോ? സംസ്ഥാനത്ത് ഭരണം തുടരും. അതെന്താ വെച്ചാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് കാരണം UDF-ൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. കാരണം ഒരു തന്നെ അമ്മാവിൽ അടിയാണ്, സ്റ്റേജിലും അടി കൂടുന്നത്. വിവാദങ്ങളൊന്നും ബാധിക്കില്ല എന്നാണോ ശബരിമല ഉൾപ്പെടെയുള്ള? അതൊന്നുമില്ല. ഇത് കയ്യിലും വലിയ വിവാദങ്ങളൊക്കെ കയ്യിൽ മുന്നേ നടന്നതല്ലേ, അതുപോലെ തന്നെ ഇതും തുടരും. ഓ തീർച്ചയായും. കൊയിലാണ്ടി LDF ആണ് ചാൻസ്. എന്നാലും ഒന്ന് ടൈറ്റ് മത്സരമായിരിക്കും. അതുകൊണ്ടാണ് ടൈറ്റ് ആവും തോന്നുന്നത്. ടൈറ്റാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ടൈറ്റ് ആണെങ്കിലും കൊയിലാണ്ടി LDF-നെ ജയിക്കേണ്ടതാണ് ഇന്നത്തെ കാഴ്ചയിൽ. ലക്ഷം പ്രഖ്യാപിച്ചാൽ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥികളായിട്ട് ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? LDF-ന്റെ ഇപ്പോൾ ദാസന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. തോൽക്കും. മുൻ MLA ആണെന്നും ജനപ്രിയനാണെന്നൊക്കെയാണല്ലോ ആളുകൾ പറഞ്ഞത്. മാറ്റണം, ചെറുപ്പക്കാർ വരട്ടെ. UDF-ന്റെ പ്രവീൺകുമാർ വന്നാൽ എങ്ങനെ ഇരിക്കും? കുറച്ചും കൂടി ടൈറ്റ് മത്സരമായിരിക്കും. സംസ്ഥാനത്ത് എന്താ അവസ്ഥ? സംസ്ഥാനത്ത് UDF വരും. എന്തുകൊണ്ട് കുറേ കാലമല്ല അവർ ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. കുറേ കാലമായിട്ട് ഭരിക്കുന്നതുകൊണ്ടാണോ അതോ ഭരണം മോശമായതുകൊണ്ടാണോ? ഭരണത്തിന് കുറേ മോശമുണ്ട്, നല്ല ഭാഗമുണ്ട്, മോശമുണ്ട്. പക്ഷെ കൂടുതലും മോശമായിട്ടാണ് ഉള്ളത്. ഭരണത്തിലെ പ്രശ്നത്തേക്കാൾ 10 കൊല്ലമായതുകൊണ്ട് മാറട്ടെ എന്നാണോ? മാറേണ്ടതാണ്. അതല്ല LDF-ന് UDF തിരിച്ചു പിടിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പലതും പറയും, പല ആൾക്കാർ പലതും പറയില്ല. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിവിടെ LDF കൊണ്ടുപോകും, യാതൊരു സംശയമില്ല. സ്ഥാനാർത്ഥിയായിട്ട് ആര് വരണം എന്നാണ്? പഴയ MLA തന്നെ വരണോ? പഴയ MLA ഗുണം കേദാസൻ നിലവാരമുണ്ടോ? മെച്ചപ്പെടും കൊയിലാണ്ടി. തുടർ ഭരണം ഉണ്ടാവോ? അത് തീർച്ചയായിട്ടും 5 കൊല്ലം കൂടി ഞങ്ങൾ വരും, അതിൽ യാതൊരു സംശയമില്ല. UDF തരംഗം ഉറപ്പാ. 110 ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ജനസേവനം ആര് ചെയ്താലും ഓരോട് നന്ദി ഉണ്ടാവും. നമുക്ക് എന്ത് തരാണ്ടെങ്കിലും ഒരു കൊണ്ട് തന്നാലും വാങ്ങുകയും ചെയ്യും. ഇപ്പം നല്ലൊരു പെൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അതിൽ വേറൊന്നുമില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കലാപങ്ങളും വർഗീയതയും ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വേണമെന്നില്ല. സർക്കാർ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഭരണാധികാരികളും മോശമൊന്നുമില്ല. കൊയിലാണ്ടി പ്രാവശ്യം LDF-നാണോ അതോ UDF-നാണോ സാധ്യത? UDF-ന് കൂടുതൽ. LDF അല്ല ഇപ്പോൾ കുറച്ചായി തുടർച്ചയായി ജയിക്കുന്നത്. ഇടതുപക്ഷം വന്ന് ഇവിടെ അറിയാനുണ്ട്, നാട് നാശകോശമായിരിക്കും. ഇപ്പം UDF വരണം, അതല്ല പ്രതീക്ഷ. കൊയിലാണ്ടിയിലും UDF വരുന്നാണോ? തീർച്ചയായിട്ടും വരണം. UDF വരും, പ്രതീക്ഷ. വരാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഷാഫി പറമ്പിൽ MP വന്നതിന് ശേഷം UDF-ന് ഒന്നും കൂടെ സ്വാധീനം കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ കൂടുതലുണ്ട്. സംസ്ഥാനത്ത് ഭരണം മാറോ തുടരുമോ? തീർച്ചയായിട്ടും മാറണം. 10-15 വർഷമായില്ലേ, ഒന്ന് മാറ്റി കൊടുക്കുക.
ഭരണം മോശമായതുകൊണ്ടാണോ അതോ 10 കൊല്ലം ഭരിച്ചുകൊണ്ടാണോ? തരികിട സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തൊക്കെ MDM അങ്ങനെ വ്യാപാരം മൊത്തം ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്തിൻ്റെ മറ്റേ മയക്കുമരുന്ന് മൊത്തം കേരളം ഇല്ലാണ്ടായി. അത് തന്നെ. കൊയിലാണ്ടി പ്രാവശ്യം LDF തുടരുമോ അതോ UDF വരുമോ? LDF വയ്ക്കുന്ന നമ്മൾ കണക്കൂട്ടൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം 600 രൂപ 2000 രൂപ പെൻഷനായത് അതന്നെ. ഇവിടെ UDF മണ്ഡലം തിരിച്ചു പിടിക്കുന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, പിടിച്ചോട്ടെ. എന്താ നമുക്കെതിരില്ലല്ലോ. അവരുടെ അവകാശവാദം മാത്രമായിരിക്കും അല്ലേ? അല്ല, നമുക്ക് എന്നെയല്ലേ അറിയാൻ പറ്റൂ അല്ലോ. ഇവിടെ UDF വരും കൊയിലാണ്ടി. ഇവിടെ പിന്നെ കഴിഞ്ഞ കാലം നോക്കിയൊക്കെ ഒരു പ്രവർത്തനം ഇവിടെ ഇല്ല, ഒരു പ്രവർത്തനവും ഇല്ല. മഹാ മോശമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം കുറച്ച് കാലം MLA ഇല്ല, അതുകൊണ്ട് വളരെ മോശമാണ് ഇവിടെ കൊയിലാണ്ടി മണ്ഡലം പോയത്. LDF തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലല്ലേ? ഇപ്രാവശ്യം എന്തായാലും പ്രവീൺകുമാർ UDF എന്തായാലും വിജയിക്കും. സംസ്ഥാനം UDF അധികാരത്തിൽ വരും. അത് പിന്നെ മോശമായ പിണറായിൻ്റെ ഭരണം മോശമാണ്, അതുകൊണ്ടാണ് UDF അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും. UDF അവകാശപ്പെടും പോലെ കൊയിലാണ്ടി തിരിച്ചു പിടിക്കാൻ അവർക്കാകുമോ? അതോ കൊയിലാണ്ടിയിൽ LDF തേരോട്ടം തുടരുമോ? കാത്തിരുന്നു കാണാം. സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ എലത്തൂരിലേക്ക്.